അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ സുസ്ഥിര വികസനം ഒരു ജനകീയ പദ്ധതിയുടെ തുടർച്ചയാണ്. നവകേരള നിർമ്മിതിക്കായി സമകാലിക യാഥാർത്ഥ്യങ്ങളെ പ്രായോഗികതയിലെത്തിച്ച നയപരമായ തുടർച്ച. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സർവതല സ്പർശിയായ വികസനം കേവലം യാദൃച്ഛികതകളല്ലായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഒന്നാം സർക്കാരിന്റെ നയപരമായ തുടർച്ചയും സമഗ്രതയുമായിരുന്നു. പ്രതിലോമ പിന്തിരിപ്പൻ ശക്തികൾ മാധ്യമങ്ങളുടെ സഹായത്തോടെ ശ്രമിച്ച കുത്തിത്തിരിപ്പുകളുടെയും വ്യക്തികളെ മുൻനിർത്തി നടത്തിയ വസ്തുതാവിരുദ്ധതയുടെയും മുനയൊടിച്ചാണ് പിണറായി സർക്കാർ രണ്ടാമതും തുടരുന്നത്. പ്രകൃതിയോടും കേന്ദ്രത്തിന്റെ അവഗണനകളോടും സംസ്ഥാനത്തിലെ പ്രതിപക്ഷത്തിന്റെ വികസന വിരുദ്ധതയോടും പടവെട്ടിയ തുടർച്ച. ഫയലുകൾ ജീവിതമാണേ എന്ന് ബ്യൂറോക്രസിയോട് ചെവിയിൽ നുള്ളി ഓർമ്മിപ്പിച്ച, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച ആ ജനപക്ഷ തുടർച്ച സമഗ്ര മേഖലകളിലും കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു. ദേശീയപാതാ വികസനം അവിടെ നിന്നില്ല, തുടർന്നു. ഇടനാടിന്റെ നെഞ്ചകത്തെന്ന പോലെ തീരദേശവും മലയോരവും അവരവരുടെ ഹൈവേകളിലൂടെ വികസിക്കുന്നു. മെട്രോ എന്ന പോലെ ജലമെട്രോയും ജലപാതയും വികാസം തുടരുന്നു. പൊതുവിദ്യാഭ്യാസത്തിന്റെ കേരള മോഡൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി പടർന്നു. ഹരിത കേരളത്തിന്റെ തുടർച്ചയിൽ ക്ലീൻ കേരളം വികാസം പ്രാപിച്ചു. ആരോഗ്യ, വ്യവസായ, വിനോദസഞ്ചാര മേഖലകളിലും മികവിന്റെ അംഗീകാരത്തിൽ അനുഭവം തുടരുന്നു. ചെറുകിട ഇടത്തരം സംരംഭ മേഖലകളിലെ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് പദ്ധതിക്കായി കേരളത്തെ തെരഞ്ഞെടുത്തത് കേന്ദ്ര സർക്കാരാണ്. സ്റ്റാർട്ടപ്പുകൾക്കും വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിനും അംഗീകാരം ചൊരിഞ്ഞത് അന്താരാഷ്ട്ര തലത്തിലെ ഏജൻസികൾ. നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ ഒന്നാമതായി തുടരുന്നതും നാക് അക്രഡിറ്റേഷനും ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷനും പഞ്ചായത്ത് രാജ് ദേശീയ അവാർഡും ഡിജിറ്റൽ മേഖലയിലെ നേട്ടവും യുനെസ്കോ അംഗീകാരവും 1000 നേട്ടങ്ങളിലെ ചിലത് മാത്രം. പാർപ്പിട പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചും അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കിയും പറഞ്ഞാൽ തീരാത്ത നവകേരള നിർമ്മിതിയുടെ വികാസം അങ്ങനെ തുടരുകയാണ്. വിഴിഞ്ഞം തുറമുഖം ഒടുവിലത്തെ ഉദാഹരണം മാത്രം. നിരോധിത ലഹരിയെ ഇല്ലായ്മ ചെയ്യാൻ എക്സൈസും പോലീസും കൈകോർത്തു നീങ്ങുന്നതും സമകാലിക വെല്ലുവിളികളെ നേരിടുന്നതിൽ ചിലത് മാത്രം. അർഹതപ്പെട്ടത് നിഷേധിച്ച് മോദി സർക്കാരിന്റെ വൈര്യനിര്യാതന ബുദ്ധിയുടെ കഴുത്തുഞെരിക്കലുകളെ അതിജീവിച്ച് സംസ്ഥാന ധനവകുപ്പും വിജയഗാഥയുടെ തുടർച്ചയിൽ പ്രസക്തം. തനത് വരുമാനം 80% വർദ്ധിപ്പിച്ചും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റേതര മാർഗങ്ങളെ അടക്കം ഉപയോഗപ്പെടുത്തിയും ധനവകുപ്പിന്റെ കരുത്തും തണലും പ്രൗഢഗംഭീരമായി ഒപ്പം. പറഞ്ഞാൽ തീരാത്ത വികസന ആഴങ്ങൾ സൃഷ്ടിക്കുന്ന സബരിയാണ് ആശയ അടിത്തറയുടെയും ഉരുകിയൊലിക്കാത്ത നയവ്യക്തതയുടെയും രണ്ടാം പിണറായി സർക്കാർ. കേരള ന്യൂസ്.